അത് നമുക്ക് എന്തായാലും നല്ല ഫ്രഷ് അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിന് അയില ഒന്ന് വെട്ടി മസാല തേച്ച് പൊരിക്കാം. ഞാനത് നന്നാക്കി തീർന്നാൽ മതി നിന്നോ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും മുറിച്ച് കഴിയണമല്ലോ. ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് നോക്കിയിട്ട് നമുക്ക് തല നിർത്തിയിട്ട് പൊരിക്കുന്നില്ലേ മോനിഷ്ടം? തല നിർത്തി പൊരിക്കാം. നല്ല കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാ പേസ്റ്റും ഒക്കെ തേച്ചിട്ടേ ഒന്ന് ഫ്രിഡ്ജിൽ കണ്ട. ഇതാണ് എൻ്റെ പരിഞ്ഞിൽ. നമ്മൾ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് നമുക്കൊന്ന് കഴുകാം. ഇങ്ങനെ നോക്കി മലയിട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് കല്ലുപ്പ് ഇട്ട് ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് തട്ടിയിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഉരച്ച് എടുക്കാം. കല്ലുപ്പിട്ട് കഴുകിയെങ്കിൽ മോനെ ഇതിനകത്തുള്ള അഴുക്കും എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ഈ കടലിനകത്ത് കിടന്നിട്ട് കുറേ അഴുക്കൊക്കെ ഉണ്ടാവും. പിന്നെ പുറത്ത് കൊണ്ടുവന്നിട്ടായാലും പിന്നെ അതിനകത്ത് വല്ല എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു എഫക്റ്റ് മൊത്തം മാറാൻ വേണ്ടിയാണ് നമ്മൾ ഈ കല്ലുപ്പ് തേച്ച് ചെയ്തത്. ഇനി അവർ വല്ല ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നീങ്ങുന്നുണ്ടോ അതിൻ്റെ അഴുക്കൊക്കെ അങ്ങോട്ട് പോകും. എത്രത്തോളം കഴുകുന്നോ അത്രത്തോളം. ഈ വെളുത്തുള്ളിയും ഇഞ്ചി ഞാൻ അരച്ച് ചേർക്കാനുള്ളതാണ്. അതിന് എന്തായാലും തൊലി കളഞ്ഞ് സെറ്റാക്കട്ടെ. ഇതാണ് നമ്മൾ നന്നാക്കി വെച്ചേക്കുന്ന ഇത്. പിന്നെ അയില, ഈ അയില നമുക്ക് വരാനും ഉണ്ട്. പിന്നെ നമ്മുടെ മസാലയ്ക്ക് അരയ്ക്കാൻ വേണ്ടി എടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് ഇത് പേസ്റ്റ് ആക്കാനുണ്ട്. മിക്സിയുടെ ഇത് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് തേക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ച ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അരയ്ക്കാം. നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കാം. പേസ്റ്റാക്കി എടുത്തിട്ട് മസാല അങ്ങനെ നമ്മുടെ മീനൊക്കെ ഒന്ന് വരഞ്ഞെടുക്കട്ടെ. നമ്മൾ മീനുകളൊക്കെ വരഞ്ഞതിന് ശേഷം നമുക്ക് മസാല ആക്കാൻ പറ്റുള്ളൂ. മസാലയൊക്കെ കൂടെ സെറ്റാക്കാം. മസാല ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുളക് പൊടി ഇടുന്നു. മുളക് പൊടി ഇടുക, മല്ലിപ്പൊടി, നമ്മുടെ പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. ഈ പേസ്റ്റ് ഒഴിച്ച് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ല വൃത്തിക്ക് നല്ലപോലെ നമ്മൾ ആ മസാല അങ്ങോട്ട് മിക്സ് ചെയ്തുകൊണ്ട് മിക്സ് ചെയ്ത് നല്ല മസാല മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓരോന്നിനും എടുത്തിട്ട് അതിനകത്തൊക്കെ ഇങ്ങനെ മസാല പുരട്ടുക. മസാല തേച്ച് വയ്ക്കും. അങ്ങനെ നമ്മുടെ മസാല തേച്ച് ഏകദേശം സെറ്റ് ആക്കുന്നുണ്ടോ. അതിനകത്ത് മസാല തേച്ച് ഇനി നമുക്ക് പൊരിക്കാം. കുറച്ച് നേരം ഇത് നമുക്ക് ഓരോന്നിനായിട്ട് ഇതിനകത്തോട്ട് എടുത്ത് വെച്ച് ഫ്രീസറിലൊന്ന് വെച്ചിട്ട് കുറച്ച് നേരം വെച്ചിരുന്നാൽ ഒരു മണിക്കൂർ വേണ്ട, അരമണിക്കൂർ വെക്കുമ്പോഴത്തേക്കും അതിനകത്തോട് നല്ല വൃത്തിക്ക് മസാലയും ഉപ്പും ഒക്കെ പിടിക്കും. പൊടിച്ച് നല്ല ടേസ്റ്റാണ്. നമ്മുടെ മസാല ഇപ്പം കഴിഞ്ഞുണ്ടോ. ഇനി നമ്മൾ കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ മസാലയൊക്കെ തേച്ചിട്ട് റസ്റ്റ് ചെയ്തിട്ട് നമുക്കടുത്ത് പൊരിക്കാം. പിന്നെ ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ ശേഷം പൊരിക്കെടുക്കാം. നമ്മൾ മസാല തേച്ച അയില പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇഞ്ചിന്ന് എടുത്തിട്ട് നല്ല മസാല പിടിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.